പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. ജനങ്ങളോടൊപ്പം നിലനിൽക്കുന്ന ഒരു സർക്കാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അടയ്ക്കപ്പെട്ട ആ ഗേറ്റുകൾ തുറന്നിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഭയങ്കര കോലാഹലമായി സൃഷ്ടിച്ച ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടായിരിക്കും. ഞാനൊരു വീഡിയോ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ബാക്കി പറയാം. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അനുമതിയില്ലാതെ ഇനി പ്രവേശനം അനുവദിക്കില്ല. ടിൻഡുദാസ് ജെ നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതം ടിൻഡുദാസ്. തുറന്ന വാതിലുകൾ, മലർക്കെ തുറന്ന വാതിലുകൾ, അതായിരുന്നല്ലോ പ്രചാരണ വാചകം. അപ്പോൾ ആ തുറന്ന വാതിൽ ഹണിമൂൺ പീരീഡ് പൂർത്തിയായിട്ട് പോലുമില്ല, അതിനു മുൻപേ അടച്ചോ? എന്താണ് കാരണം? സുപ്രഭാതം സുജയ പാർവതി. ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെയുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇലക്ഷൻ്റെ സമയത്ത് ഈ അടച്ചിട്ടിരുന്ന സെക്രട്ടേറിയറ്റിനെ പറ്റി ഇത് LDF സർക്കാർ ഇത്ര നാളും പൊതുജനങ്ങളെ പറ്റാത്ത രീതിയിലുള്ള ആ രീതിയിൽ ആ ഗേറ്റുകളിൽ അടച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രചാരണമാണ് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒരു 90% മുകളിലും ഈ ഫേക്ക് ന്യൂസും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വാർത്തകൾ കൊടുക്കാത്തവരാണ്. പ്രത്യേകിച്ച് ഈ മനോരമയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം മനോരമ ഒരിക്കലും ഈ LDFന് അനുകൂലമായ വാർത്തകൾ കൊടുക്കില്ല. അതേസമയം ഈ LDFൻ്റെ ഏതെങ്കിലും ഒരു പണ്ട് കാലത്ത് അങ്ങനെ ചവിട്ടി പുറത്താക്കിയോ ഏതെങ്കിലും കാരണത്ത് ഒഴിവാക്കിയ ഒരാളുടെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ളൊരു വാർത്ത കിട്ടിയ മുൻ ചേർത്തേ അവർ വാർത്ത കൊടുക്കും. അതേസമയം മറ്റേതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ആണെങ്കിൽ അവർ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അത് കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കും. ഇന്നൊരു വാർത്ത കണ്ടിരുന്നു, തേജസ്വി യാദവ് പരിഭവിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ ചെന്നും ഇവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോകുന്ന രാഷ്ട്രീയ കക്ഷികളെ അവഹേളിക്കുകയും അപമാനിക്കുകയും പരമാവധി ഈ പൊതുജനങ്ങൾക്കിടയിൽ അപമതിപ്പുണ്ടാക്കുകയും രീതിയിൽ ചെയ്യുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാൾ, ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആൾക്ക് വേണ്ട യാതൊരു ഗുണങ്ങളും പ്രകടിപ്പിക്കാത്ത, എങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു ഈ അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ പോലും ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം. കേരളത്തിൽ വന്ന് നമുക്കറിയാം അദ്ദേഹം കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ എന്തൊക്കെയാണ്. എന്തുമായിക്കട്ടെ, ഇങ്ങനെയും ഭരണത്തിൽ വരിക എന്നുള്ളത് ഇവിടെ UDFൻ്റെ ആവശ്യമായിരുന്നു. അതിനവർ നേരത്തെ തന്നെ പല പ്രചാരണങ്ങളും നടത്തി. ആ ഒരു ഭാഗമായിട്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റിലെ കാര്യം. ഏതൊരു ഭരണസ്ഥിരാ കേന്ദ്രത്തിനും പൊതുജനങ്ങൾക്ക് ചുമ്മാ ചെന്ന് കയറാൻ പറ്റത്തില്ല. അവിടെ ചില വിലക്കുകളുണ്ട്. അത് ദൃശ്യമാധ്യമങ്ങൾക്കാണെങ്കിലും അങ്ങനെ ചില വിലക്കുകളുണ്ട്. ഈ വിലക്കുകളെ മറികടക്കുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം ഏതെങ്കിലും VVIPനോ VVIPനോ ഒന്നും ഓടിച്ചെന്ന് നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചുമ്മാ കയറി ചെന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ ഉള്ളൊരു നമുക്കറിയാം നമ്മുടെ ഇവിടെ ഓരോ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുഭവങ്ങൾ. അന്ന് വ്യക്തമായ ഒരു പരിശോധനകളും കാര്യങ്ങളും ഉണ്ടെന്ന് വരെ ഒരിക്കലും അദ്ദേഹം കൊല്ലപ്പെടുകയില്ല. അദ്ദേഹത്തെ ഹാരാർപ്പണം ചെയ്യാനെന്നുള്ള മട്ടിൽ ചെന്നാണ് അവരവിടെ സ്വയം ബോംബായി പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾ യാഥാർത്ഥ്യബോധത്തിലുള്ള വാർത്തകൾ കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല അവർ പരമാവധി തെറ്റിദ്ധാരണകൾ ഈ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം മിക്കവാറും 90% ഈ പത്രമാധ്യമങ്ങളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ചായ്വോട് കൂടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുക്കും. മറ്റുള്ളവർ എത്ര നന്മകൾ ചെയ്താലും അതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കുറ്റവും കുറവുകളും കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട നോട്ടം. അതിന് ഭയങ്കര പ്രചാരണം കൊടുക്കുകയും വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ച് വിടുകയും ഈ വൈകിട്ട് ഒരു ചർച്ചയുണ്ട്, ചന്തിച്ചർച്ച. ഞാനതിനെ ചന്തിച്ചർച്ച എന്ന് തന്നെ വിളിക്കും. കാരണം ഈ ചന്തി കഴുകാത്ത മനുഷ്യരെ പോലും അടുത്തിരിക്കുന്ന ഒരു പ്രകൃതിയാണ് ഈ ചർച്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ CPM എന്ത് കാണാനാണ് ഈ ചർച്ചയിലൊക്കെ പോയി പങ്കെടുക്കുന്നത്.
CPM ഒക്കെ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ചന്തിച്ചർച്ച വൈകുന്നേരത്തെ ഈ ചന്തിച്ചർച്ച നിന്നു പോകും. വെറുതെ ഇവർക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ അകത്ത് വേറെ കാരണം പണിയെടുക്കാൻ നേതാക്കന്മാരായി മാറും. അതും കൂടെ അതിൻ്റെ അകത്തൊരു ദുരുദ്ദേശമുണ്ട്. കാരണം 10 പേര് കാണുമല്ലോ. അങ്ങനെ പണിയെടുക്കാൻ നേതാവായി മാറാൻ ശ്രമിക്കുന്ന അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇത് കൂട്ട് വൃത്തികേടിന് പോകുമ്പോഴേ എനിക്ക് അതിശയം തോന്നുന്നു. പ്രവർത്തിക്കാൻ കഴിയാല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുകയാത്ത നേതാക്കന്മാരോ ഒക്കെയാണെന്ന് ഇറങ്ങിപ്പോകുന്നത്. അല്ലാതെ ചുമ്മാ ഈ രാത്രി പോയി ചർച്ചയിൽ പങ്കെടുത്ത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തി അവസാനം ഇല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുന്നതിനും ഭേദമാണ്. ചർച്ച നടത്താതിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിന്നു പോകും. പക്ഷേ ഈ ചുളിവിലും അപ്പം നേതാവായി മാറാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയും നമുക്ക് സ്ട്രിക്റ്റ് ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ്, വെറുതെ ഒരിടത്തേക്ക് ഓടിച്ചെന്ന് കയറാമെന്ന് ആരും വിചാരിക്കും. അതിൻ്റേതായിട്ട് ചില സ്ട്രിക്റ്റായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ട്. ആ തടസ്സങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇതിനെ അനുകൂലിച്ച് തുറന്നു കൊടുത്തേന്ന് പറഞ്ഞ് അലറിയാരൊക്കെ ഒന്ന് കാണുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി.